മിഅ്റാജിന്റെ ദിവസം വരുമ്പോൾ നോമ്പെടുക്കണം. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റജബ് 27 നോമ്പ് അല്ലാഹു തആല പ്രത്യേകമാക്കിയ മാസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ്. റജബ് മാസത്തിൽ ധാരാളം നോമ്പെടുക്കേണ്ട മാസമാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് റജബ് 27 നോമ്പെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കിയ മാസം, അതുപോലെ ഒരു മാസത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണല്ലോ. അതോടൊപ്പം തന്നെ മഹാന്മാരായ മുൻഗാമികൾ, മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഅ്റാജ് നോമ്പ് റജബ് 27 നോമ്പിന് 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ അത് ശ്രദ്ധിച്ച് മിഅ്റാജിന്റെ ദിവസം നോമ്പെടുക്കണം. ആ നോമ്പ് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്താവയിൽ, അതുപോലെ ബാജൂരിയിൽ, ഇആനത്തിൽ, നമ്മുടെ ഉസ്താദുമാരൊക്കെ ഓതുന്ന ഗ്രന്ഥങ്ങളിലൊക്കെയും അതൊക്കെയുണ്ട്. നമ്മുടെ മുൻഗാമികൾ ആ നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കിയിട്ട് ദീന് പറയുന്ന ആളുകളുടെ കാലത്ത് അതിനൊരു പ്രത്യേകതയില്ല, ഇതിനൊരു പ്രത്യേകതയില്ല, ആ നോമ്പിനൊരു പ്രത്യേകതയില്ല, ബറാത്ത് രാവിനൊരു പ്രത്യേകതയില്ല, വെള്ളിയാഴ്ച രാവിനൊരു പ്രത്യേകതയില്ല. അത്തരം ആളുകളുടെ പിന്നാലെ കൂടിയാല് നമ്മുടെ ഈമാൻ, ഇഖ്ലാസ്, ഇബാദത്തും ഒക്കെ നഷ്ടപ്പെട്ടു. നമുക്കാരാണ് തെളിവ്? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഈ ഉമ്മത്തിനു വേണ്ടി സകലതും സമർപ്പിച്ച മഹാന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റാവുകയില്ല. ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ള അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, ഇൽമിനു വേണ്ടി ജീവിതം നീക്കിവെച്ച മനുഷ്യരൊക്കെ, മുൻഗാമികൾ പലരും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് നോമ്പെടുക്കാം. നോമ്പെടുക്കൽ ഒരു വലിയ ഇബാദത്താണല്ലോ. അന്നത്തെ ദിവസം നോമ്പെടുക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സന്തോഷങ്ങളൊക്കെ കിട്ടിയ രാത്രി, ആ രാത്രിയുടെ ഓർമ്മ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. കാരണം ആ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് നമ്മെ കുറിച്ച് ആലോചിച്ചിരുന്നു.